വെങ്ങപ്പള്ളിയിൽ നിന്ന് ചൂരിയാറ്റ പൊന്നട വഴി മണിയങ്കോട് കൽപ്പറ്റ റോഡാണിത്. ഇതൊരു ഗ്രാമീണ റോഡാണ്. ഈ ഗ്രാമീണ റോഡിൽ ഇവിടെ വലിയ വലിയ കൂറ്റൻ കുഴികളാണ് ഈ റോഡിൽ എല്ലായിടത്തും ഉള്ളത്. അതുകൊണ്ട് തന്നെ യാത്രാ യോഗ്യമല്ലാത്തൊരു സ്ഥിതിയുണ്ട്. ഇതിനിടയിലാണ് ടിപ്പർ ലോറികൾ പ്രദേശത്ത് വെങ്ങപ്പള്ളി ഭാഗത്ത് ധാരാളം കോറികളുണ്ട്. അവിടെ നിന്നുള്ള ടിപ്പർ ലോറികൾ നിരന്തരം ഇത് അമിതഭാരം കയറ്റി പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇതേ തുടർന്ന് നാട്ടുകാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തി. ആ പ്രതിഷേധം എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ടിപ്പർ ലോറികൾ തടഞ്ഞിട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നാട്ടുകാർ നടത്തിയിട്ടുള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു തരത്തിലും ഇത് സഞ്ചാരയോഗ്യമല്ലാത്ത സ്ഥിതിയിലേക്ക് റോഡ് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്, ഇവരുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ എത്തിയിട്ടുള്ളത്. എന്താണ് നിങ്ങൾ പ്രതിഷേധിക്കാനുള്ള കാരണം? പ്രതിഷേധിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഈ പ്രദേശം ചൂരിയാറ്റ എന്നൊരു പ്രദേശമാണ്. ഈ ചൂരിയാറ്റ എന്ന പ്രദേശം കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ തന്നെ വേങ്ങപ്പള്ളി പഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശമാണിത്. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂരിയാറ്റ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു 2, 3, 4 കോറികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്ന കോറികളുടെ മൊത്തം ടിപ്പറുകളും എന്ന് പറഞ്ഞാൽ വേറെ റോഡുകൾ ഉണ്ടായിട്ടും ആ റോഡുകൾ മറികടന്നുകൊണ്ട് മൊത്തം ടിപ്പറുകളും പൊന്നട വഴി തന്നെ മുണ്ടേരി വഴി അങ്ങനെ പുളിയർമല വഴിയാണ് സഞ്ചരിക്കുന്നത്. ആ സഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ റോഡുകൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഈ ഒരു 4-5 മാസം മുന്നേ നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങളും സമരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾക്ക് അവിടെ കുറച്ച് റോഡ് 500 മീറ്റർ ഡാറിങ് കിടന്ന് ഗ്രാമീണ റോഡുകളാണ്. ഇത്ര വലിയ വണ്ടികൾക്കുള്ള പെർമിഷൻ കൊടുത്തത് എന്തുകൊണ്ട് ഈ റോഡിന് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടപ്പെട്ട അധികാരികൾ അത് അന്വേഷിച്ച് അതിൻ്റെ മറുപടികൾ പറയാനുള്ളൊരു തക്കതായ ഇത് കാണിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റേ വിദ്യാർത്ഥികളടക്കം വരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിൽ സഞ്ചരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ വണ്ടി വരുമ്പോൾ തന്നെ ഓട്ടോറിക്ഷകളിലും പോകുന്നുണ്ട്, ബസ്സുകളിലും പോകുന്നുണ്ട്. പക്ഷേ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്നും കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ വരെ പേടിയാവുന്ന ഒരു അവസ്ഥകളുണ്ട്. എന്തായാലും വെങ്ങപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടേക്ക് എത്തിയിരുന്നു. അവർ സംസാരിച്ചു. ജനങ്ങൾക്കൊപ്പം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അമിതഭാരമുള്ള വാഹനങ്ങൾ ഇത് ഗ്രാമീണ റോഡാണ്, ഇതുവഴി കടത്തിവിടാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയുണ്ട്. അത്തരത്തിലുള്ള നിലപാടിലേക്ക് പഞ്ചായത്ത് എത്തുമെന്നുള്ളതാണ് വെങ്ങപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കിയ കാര്യം. എന്തായാലും വലിയ ദുരിതാവസ്ഥയിലാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ എത്താനുള്ള കാരണം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.